ഹൈ ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. 2022 ഗുജറാത്ത് നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയമാണല്ലോ BJP നേടിയത്. അത്ഭുതമില്ല എന്ന് പറഞ്ഞത് അവരുടെ തുടർഭരണമാണ്. നില മെച്ചപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അത് ആ ഭരണ തുടർച്ചയ്ക്ക് അത്ഭുതമില്ല എന്ന് തന്നെ പറയാം. അതോടൊപ്പം AAP എന്ന രാഷ്ട്രീയ പാർട്ടി ഗുജറാത്ത് നിയമസഭയിൽ സാന്നിധ്യം അറിയിച്ച ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു 2022 നടന്നത്. AAP തെറ്റില്ലാത്ത സാന്നിധ്യം ആദ്യമായി തന്നെ ഗുജറാത്ത് നിയമസഭയിൽ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന AICC പ്രത്യേക യോഗത്തിൽ അടുത്ത ഏപ്രിൽ മാസത്തിൽ ആദ്യവാരത്തിൽ തന്നെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ച് AICCയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു കൂട്ടുവാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ സമ്മേളനത്തിന്റെ തുടക്കത്തോടെ ഗുജറാത്തിൽ കോൺഗ്രസ് പാർട്ടി ഉണർന്നു പ്രവർത്തിക്കുകയും ബൂത്ത് തലം മുതൽ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ച് പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കുവാനും ഗുജറാത്തിലെ നേതാക്കൾക്ക് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകിയതായാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. വിപുലമായ AICC പ്രതിനിധി സമ്മേളനം നടക്കുക വഴി പ്രവർത്തകർക്ക് പുത്തൻ ഉണർവ് ആണ് കോൺഗ്രസ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1/4 വോട്ട് ഷെയർ മാത്രമാണ് കോൺഗ്രസ് പാർട്ടിക്ക് നേടാനായത്. പകുതിയിലധികം വോട്ട് BJPയും കോൺഗ്രസിന്റെ ഏകദേശം അത്ര തന്നെ വോട്ട് ഷെയർ AAPയുമാണ് നേടിയത്. മുൻകൂട്ടി പാർട്ടി അത്രയും ജാഗ്രതയിൽ മുന്നേറിയാൽ നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ 2027 സാധിക്കും. ഗുജറാത്തിനെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് അടിത്തറ ഒക്കെയുണ്ട്. ചിട്ടയായ പ്രവർത്തനമാണ് ആവശ്യം. അതിന് പാർട്ടിയുടെ ശക്തമായ ഇടപെടലും ശക്തമായ നേതൃനിരയും ഉണർന്ന് പ്രവർത്തിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം നടപ്പാക്കുവാൻ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിയും. എന്നാൽ ഗുജറാത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ നിയമസഭയിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ നല്ല നിലയിലുള്ള ഇടപെടലുകൾ പാർട്ടി നടത്തേണ്ടതുണ്ട്. പാർട്ടിയെ ഉണർത്തി ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് AICCയുടെ പ്രത്യേക സമ്മേളനം ഗുജറാത്തിൽ നടത്തുവാൻ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. സമ്മേളനം കൊണ്ട് മാത്രം പാർട്ടി ഉണരുക ഇല്ല. ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനം ശക്തിപ്പെട്ടാൽ മാത്രമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതിലേക്ക് എത്തുകയുള്ളൂ. ഗ്രൂപ്പ് പ്രവർത്തനം നേതാക്കന്മാർ അവസാനിപ്പിക്കുകയും വേണം. ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പ്രവർത്തനം പാർട്ടിയെ അസ്ഥിരപ്പെടുത്തുകയുള്ളൂ, ശക്തിപ്പെടുത്തുകയില്ല. ഹിന്ദി ചാനലുകൾ ചർച്ചയൊക്കെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഏതായാലും 2027 അധികാരം പിടിക്കും എന്ന് തന്നെയാണ്. ചാനലുകളിൽ നീണ്ട ചർച്ചകളിലൊക്കെ കോൺഗ്രസ് നേതാക്കൾ ഈ അഭിപ്രായവുമായി മുന്നോട്ട് പോവുകയാണ്. 2.5 വർഷം ബാക്കി നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് കൂടുതൽ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല, നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.